നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എത്തിച്ചിട്ട് നീ വേണമെങ്കിൽ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോയിക്കോ. ചീരുനും അവിടെ പോയി മക്കളെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ എല്ലാരെയും കൂട്ടി ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുമല്ലേ, പിന്നെന്തിനാ ചീരു വെറുതെ അങ്ങോട്ടേക്ക് പോകുന്നത്? അല്ല, ഈ ടൈമില് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് അപകടമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ കാര്യത്തില് നിന്റെ കരുതല് പോലും അവൾക്കില്ല വിനയ. ഇപ്പൊ തന്നെ അനുചേച്ചിയെ കാണണമെന്ന് പറഞ്ഞിറങ്ങിയപ്പോ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞാ കേട്ടില്ല, ഓട്ടോ വിളിച്ച് പോയി. അത് ചെറിയ ദൂരല്ലേ ഉള്ളു സാറേ, നല്ല റോഡുമാണ്. അതുവഴിയൊക്കെ ഓട്ടോയിൽ പോയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ചീരുവിനറിയാം. ചേടാ, നിങ്ങളെന്തെങ്കിലും ചിരിക്കുന്നേ? ഞാൻ ചീരുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോണ്ടാണോ? സത്യം പറഞ്ഞാ ചീരു ഓട്ടോയിൽ പോയാൽ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വെറുതെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. അത് പറ, മനസ്സിലായി. അതെ, അവൾ ഓട്ടോയിൽ പോകുന്ന കാര്യം നീ അറിയരുതെന്ന് പോകുമ്പോ ചീരു എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്ന. അപ്പൊ അവളെ എന്റെ കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സമാധാനായി. നിന്റെ പോണോ? ശബരിയാ? ശബരി, എന്തായി? ജാമ്യം കിട്ടിയോ? ഓ, ഇന്നലെ ജാമ്യം ഹർജി മാറ്റി വെച്ചപ്പോ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. ഇന്നെന്തായാലും ജാമ്യം കിട്ടിയല്ലോ, അത് മതി. ഞാൻ പറയാം. എന്റെ കൂടെ ദാസാറും രഘുവേട്ടനൊക്കെ ഉണ്ട്. അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, ശരി. ഓ, ദൈവാധീനം, അങ്ങനെ വലിയൊരു കുരുക്കൂടി അഴിഞ്ഞിട്ട്. അതെ, എന്റെ ഈശ്വര. അല്ല, അപ്പോ ഇന്ന് തന്നെത്തേക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ പറ്റില്ലേ? ഇന്നിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കോർട്ട് ഓർഡർ വന്നാലും വേറെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ. നാളെ എന്തായാലും വീട്ടിലേക്ക് പോകാൻ പറ്റും. ഞാനൊന്ന് അമ്മാവനൊന്ന് വിളിച്ചു പറയട്ടെ. വേഗം വിളിച്ചു പറ, അണ്ണന് സമാധാനമായിക്കോട്ടെ, പാവം. അതെ അതെ അതെ. അമ്മേ, ദാ മരുന്ന് കഴിക്കേ. ബിപിയുടെ ഗുളികയല്ലേ അമ്മയ്ക്ക് കഴിക്കേണ്ടത്? ഇനിയിപ്പോ ദിവസം 4 വെച്ച് കഴിക്കേണ്ട അവസ്ഥയാ. സോന ഇന്നലെ അവന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നില്ലേ? ഇല്ല. ശ്യാമിന്റെ അച്ഛനെ ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യും. കുറച്ചുനാള് അദ്ദേഹത്തിന് നല്ല റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എവിടെ കൊണ്ടുപോയി കിടത്താൻ അവരുടെ പ്ലാൻ? ആ കിളവനെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വലിച്ചു കെട്ടി കൊണ്ടുവരുമോ? ഓ, ഇഷ്ടപ്പെട്ടില്ല. ഇതേതാ പുതിയൊരു അവതാരം? കണ്ടിട്ട് ആളൊരു വശപ്പശ കാണല്ലോ. എന്താ? നിങ്ങളുടെ കുഞ്ഞമ്മ. എന്റെ കുഞ്ഞമ്മയോ? അതെ, നിങ്ങളുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമോന ഞാൻ, മുരുകൻ. ഇപ്പൊ മനസ്സിലായി. ഞാൻ നിന്നെ കൊച്ചിലെങ്ങാണ്ട് കണ്ടിട്ടുള്ളതാ. നീ അങ്ങ് വളർന്നു പോയല്ലോടാ. നിങ്ങളുടെ മക്കളാരും വളർന്നില്ലേ? അവരൊക്കെ ഇപ്പോഴും മുട്ടിലഴയാണോ? ഓ, നിങ്ങളാ തള്ളേനെങ്കിലും വിളി. 2-1 അറിഞ്ഞിട്ടേ മുരുകൻ പോകുന്നുള്ളൂ. ഇവനത് ഇങ്ങോട്ട്
ഡാ നിന്റെ അമ്മൂമ്മത്തള്ള ഇവിടെ ആരും ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല. അല്ല നിന്നോട് ആരാ പറഞ്ഞ കുഞ്ഞമ്മ ഇവിടെ ഉണ്ടെന്ന്? ആ തള്ള പോകാനിടയുള്ള എല്ലാ സ്ഥലത്തും ഞാൻ തിരക്കി. ഇത്തവണ തള്ള റൂട്ട് മാറ്റി പിടിച്ചിരിക്കുക. ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ സുധനങ്ങളുടെ വീട്ടില്. ഇവിടെ എവിടെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ദേ ആന്റി, ആ തള്ളയെ സോപ്പിട്ട് പിടിച്ച് അവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണ് പ്ലാനെങ്കിൽ ഈ മുരുകൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ആ സ്വത്ത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. നിർത്തണ ഇറക്ക. നീ പറയുന്നത് കേട്ട നിന്റെ അമ്മമ്മ അവരുടെ സ്വത്ത് ദാനം ചെയ്യാൻ നടക്കാന്ന് തോന്നുമല്ലോ. എടാ, കുഞ്ഞമ്മയുടെ സ്വഭാവം നിന്നെക്കാട്ടി നന്നായിട്ട് എനിക്കറിയാം. അവരുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അവരുടെ ഒരു തരി മണ്ണ് കൈവിട്ടു പോകാൻ അവര് സമ്മതിക്കില്ല. അതെനിക്കും അറിയാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്ത് പിശുക്കിത്തുള്ള ചത്തു കഴിയുമ്പോ എല്ലാം കൂടെ വാരിക്കെട്ടി മുകളിലേക്ക് കൊണ്ടുവന്ന തള്ളയുടെ വിചാരം. കുഴിയിലേക്ക് കാലിനിട്ടിരിക്കുന്ന തള്ളയ്ക്ക് വായിക്കിടാൻ ആകെയുള്ള ഞാൻ മാത്രമാ. എനിക്കൊന്നും തരാതെ സ്വത്ത് മുഴുവൻ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ആ തള്ളയ്ക്ക് ഒരു പുണ്യവും കിട്ടാൻ പോണില്ലെന്ന് ആന്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എടാ അങ്ങനെയൊന്നും പറയലടാ മോനെ മുരുക. നിന്നെ ഇത്രയും വളർത്തിയത് കുഞ്ഞമ്മ നിനക്കൊന്നും തരാതെയാണോ? വളർത്തിയിടത്തോളം നിന്നെ അവർ സ്നേഹത്തോടെ തന്നെ വളർത്തി. നീ വഴിതെറ്റിപ്പോയെന്ന് അറിഞ്ഞപ്പോ അവര് നിന്നെ കൈവിട്ടു. വെട്ടും കുത്തും കോടതിയും ജയിലും ഒക്കെ നടന്നിടത്തുനിന്ന് വീണ്ടും നീ തിരിച്ചു വന്ന് ആ പാവത്തിന്റെ ചോരയും നീരും ഒക്കെ ഊറ്റിയെടുക്കാൻ തുടങ്ങിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്തിനാടാ നീ മഹാപാപം ചെയ്യുന്നേ? ആ തള്ളയുടെ ജീവൻ നിലച്ചാലേ അവർക്കുള്ളതൊക്കെ നിനക്ക് തന്നെയല്ലേ? അതിനവരൊന്ന് ചത്ത് കിട്ടണ്ടേ? സ്വത്തും പണവും ഒക്കെ മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അവർക്ക് ചത്ത് കിടക്കാൻ ആ മണ്ണ് വേണമെങ്കിൽ എടുത്തോട്ടെ. പകരം ഞാൻ ഒരു 2 ലക്ഷം രൂപയല്ലേ ചോദിച്ചുള്ളൂ. അതെനിക്ക് എന്നാലെന്താ? എടാ, അത്രയും കാശ് ആ പാവത്തിന്റെ കയ്യിൽ എവിടെ നിന്നുണ്ടാവാനാ? നാട്ടുമ്പുറത്ത് ആഴ്ചച്ചിട്ടി വെച്ച് കിട്ടുന്ന ചില്ലറ കാശുകൊണ്ട് ആ പാവം ജീവിച്ചു പോന്നെ. അത് തന്നെ ആരെങ്കിലും പറ്റിച്ചു പോയാൽ ആ പാവം അത് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. എടാ മുരുക, ഡാ 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 മുരുക, ഡാ. കുറച്ച് കാശ് കടം ചോദിച്ച് കുഞ്ഞമ്മ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു. എന്റെ എവിടെന്നാ കാശ്? ഞാൻ തന്നെ എന്റെ മക്കളുടെ ചെലവിലാണ് ജീവിക്കുന്നത്. അവരിവിടെ നിന്ന് എങ്ങോട്ടാ പോയെന്നറിയൂ? അങ്ങോട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനൊട്ട് ചോദിച്ചുമില്ല. അല്ല, ചിലപ്പോ സുധന്റെ വീട്ടിലേക്ക് പോയി കാണും. നീ അവനെ കണ്ടൊന്ന് ചോദിച്ചു നോക്ക്. ശരി, 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമോ ഞാൻ. ആ തള്ളയ്ക്ക് ആയുസ് ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പണം എനിക്ക് അവർ റെഡിയാക്കി തരും. ഇല്ലെങ്കിൽ അവരെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. കുഞ്ഞമ്മയെ വീണ്ടും കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആന്റി ഒന്ന് സൂചിപ്പിച്ചേക്ക്.